ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഇമോഷണൽ തോട്ട്സ് ആണ്. അവരുടെ ഇമോഷൻസ് ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്രമാത്രം കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു തീർത്തും ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ നിങ്ങളുടെ ആ ഒരു ആബ്സെൻസിലും വളരെയധികം ഹാപ്പി ആയിട്ടൊക്കെ ആയിരിക്കാം നിങ്ങളോട് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ ആ ഒരു പേഴ്സണെ കുറിച്ച് അറിയുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ, ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ കുറിച്ച് യാതൊരുവിധ അറിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷനും ആയിരിക്കും. അപ്പോൾ ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിലെ ഇമോഷണൽ തോട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നന്നായിട്ട് മനസ്സിലേക്ക് ഓർത്തതിന് ശേഷം മുന്നോട്ടേക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ആവുക. ദ വേൾഡ് എനർജി ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ്, സെവൻ ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് സോർഡ്സ്, ദ എംപറർ, King of Wands, the Hanged Man, Seven of Cups, Eight of Swords, Five of Cups, Knight of Swords, Five of Pentacles, Ace of Cups, King of Cups, Six of Pentacles, Three of Swords, Seven of Pentacles, the Star Energy ആണ്. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ സൺ എനർജി ആണ്. ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലേക്കാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അവർ പുറമേ കാണിക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണോ അവരുടെ യഥാർത്ഥമായ ഒരു ഇമോഷൻസ്, അവരുടെ ഒരു ഇമോഷണൽ തോട്ട്സ് ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അപ്പൊ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവര് പുറമേ കാണിക്കുന്ന ഒരു രീതികളല്ല, തികച്ചും വ്യത്യസ്തമായി മറ്റൊരു എനർജിയിലാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇവരുടെ മനസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കാരണം ഈ ഒരു പേഴ്സൺ ഇവിടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും ത്രീ ഓഫ് സോൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിലച്ചു പോയിരിക്കുന്ന രീതിയിലുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എത്രത്തോളമാണോ ഈ ഒരു ബന്ധത്തിൽ എഫേർട്ട് എടുത്ത് പ്രയത്നിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് അതിന് സാധിക്കാതെ ആ ഒരു മനോവേദനയിൽ നിങ്ങൾ നിന്നിരുന്നത്, അതേ പെയിൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഇത് ഒരു രീതിക്കും ചിലപ്പോൾ പുറത്തേക്ക് കാണിക്കുന്നുണ്ടാവില്ല. കാരണം ഇവിടെ എംപറർ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ അങ്ങനെ ഇമോഷൻസ് എല്ലാവരിലേക്കും പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല. അല്ലെങ്കിൽ ഇവർക്ക് ചുറ്റിനും നിൽക്കുന്ന വ്യക്തികളോടൊന്നും എല്ലാം അങ്ങോട്ട് തുറന്നു പറയുന്ന അത്രയും ഒരു ഓപ്പൺ ആയിട്ടുള്ള പേഴ്സൺ അല്ല. ഇവർക്ക് ഇവരുടേതായ ഒരു സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു മൈൻഡ്, അവരുടേതായ ഒരു ലോകം, അതൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന വ്യക്തികളാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുമിച്ച് ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോയ സമയത്താണെങ്കിൽ പോലും ഇവർക്ക് ഇവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിലേക്ക് മറ്റാരും കയറാനായിട്ട് ഇവർ അനുവദിക്കുകയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഇവര്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു രീതിയിലുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ക്യാരക്ടർ വിട്ട് കളിക്കാനായിട്ട് ഇപ്പോഴും ഇവർ തയ്യാറെടുത്തിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഇവർക്ക് ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് മനസ്സിന് വളരെയധികം ആഘാതം ഏൽപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ആ ഒരു പെയിൻഫുൾ ആയ എനർജിയിലൂടെ, ഹൃദയഭേദകമായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു പെയിൻഫുൾ ആയ എനർജിയിലൂടെയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ച് അവോയ്ഡ് ചെയ്ത് മാറിപ്പോയിരിക്കുന്നവരാണ്. മറ്റു പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ കൊടുത്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നവർ. നിങ്ങൾ ഇതിന്റെ പുറകെ ഒരുപാട് എഫേർട്ട് എടുത്ത് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഇവർ നിങ്ങളിൽ നിന്ന് റൺ ചെയ്ത് മാറി ഓടിപ്പോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ പോലും ഇവർ താല്പര്യം കാണിച്ചിട്ടില്ല.
ഒരുപാട് നിങ്ങൾ ബെഗ് ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. പക്ഷെ അന്നൊന്നും ഇവർ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിരുന്നില്ല. അവർക്ക് അവരുടേതായ ഒരു കരിയർ, ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായ മറ്റു പല സന്തോഷങ്ങൾ, അതിലേക്കൊക്കെയാണ് അവർക്ക് കൂടുതലായിട്ട് ശ്രദ്ധയുണ്ടായിരുന്നത്. നിരന്തരമായിട്ടുള്ള ഒരു അവഗണന അല്ലെങ്കിൽ ആ ഒരു അവോയ്ഡിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട വന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പതുക്കെ ഇതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ചില ആളുകളുടെ കേസിൽ ഈ ഒരു പേഴ്സണിൽ നിങ്ങൾക്കൊരു ചീറ്റിംഗ്, ഒരു ചതി ലഭിക്കാനുള്ള സാധ്യതയും ഇവിടെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചതി ലഭിച്ചിട്ടുള്ള ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഏത് രീതിയിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയവരാണ് എന്നുണ്ടെങ്കിലും ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ അവർക്കൊരു തിരിച്ചറിവ്, ഹാങ്ഡ് മാൻ ആണ് വന്നിരിക്കുന്നത്, ഇവർക്ക് ഇവരുടേതായ കാഴ്ചപ്പാടുകൾക്ക് അല്ലെങ്കിൽ ഇവർക്കൊരു ഉണർവ് ഉണ്ടായിരിക്കുകയാണ്. അവർക്ക് വന്നിരിക്കുന്ന ആ ഒരു തിരിച്ചറിവിന്റെ സമയത്താണ് അവർ കൂടുതൽ ആഴത്തിൽ ഈ ഒരു ബന്ധത്തെ കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ചിന്തിച്ചിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് ഇമോഷണലി നിങ്ങളോട് വളരെയധികം കണക്ഷൻ തോന്നുന്നത്. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നിങ്ങളോട് ഉണ്ടായിരുന്നു. അവർ പ്രവർത്തിച്ച കാര്യങ്ങൾ തികച്ചും തെറ്റായ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ തെറ്റായ കാര്യമാണ് നിങ്ങളോട് ചെയ്തത് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ഇവര് പുറമേ കാണിക്കുന്ന ആ ഒരു രീതി അല്ല ഇവരുടെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ആദ്യമേ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് വേൾഡ് എനർജിയാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിക്കുമ്പോൾ ആദ്യമേ തന്നെ അവരുടെ മനസ്സിലേക്ക് വന്നത് അല്ലെങ്കിൽ വരുന്നത് നിങ്ങളാണ് അവരുടെ ഡെസ്റ്റിനി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് പാത്ത് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതാണ്. സന്തോഷകരമായ ഒരു പരിസമാപ്തി അവരുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഉണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ലൈഫിൽ ഒരിക്കലും സന്തോഷിക്കാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ അവർക്കൊരു നീതി അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല. അത് അവരിപ്പോ തിരിച്ചറിയുന്നുണ്ട്. വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ നിങ്ങളുടെ പേഴ്സൺ അതിപ്പോ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തില് എല്ലാ രീതിയും ആ ഒരു നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമൃദ്ധിയും എല്ലാം തിരികെ കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ് ആണ് നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ വീണ്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനും വീണ്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്തിട്ട് ഈ ഒരു ബന്ധത്തില് വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരണമെന്നും ഒരു ന്യൂ സ്റ്റാർട്ടിങ് കൊണ്ടുവരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ എങ്ങനെയായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആദ്യ സമയങ്ങളിൽ ആ ഒരു എഫേർട്ട് എടുത്ത് മുന്നോട്ടേക്ക് വന്നത്, അതേ എഫേർട്ടോട് കൂടി തന്നെ അല്ലെങ്കിൽ അതേ ആത്മാർത്ഥതയോടുകൂടി തന്നെ ഇനി ഇത് മുന്നോട്ടേക്ക് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹവുമായിട്ടാണ് വരുന്നത്. പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നടന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ അതേക്കുറിച്ച് ചോദ്യം ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ അപ്പോഴൊന്നും ഇവർ ആ ഒരു സത്യങ്ങൾ നിങ്ങളിലേക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ ഒരു സമയം അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് ഒരു സ്ട്രക്ചറിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു സിൻസിയാരിറ്റി വേണം. ആ ഒരു സിൻസിയാരിറ്റി അവരിനി എടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവില്ല. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് നീതി വേണമെന്ന് ആഗ്രഹിച്ച് വരാനും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു പേഴ്സൺ ബുദ്ധിപൂർവ്വം അതേക്കുറിച്ച് ചിന്തിച്ചിട്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ച കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളിലേക്ക് വെളിപ്പെടുത്തുക. അത് നിങ്ങളോട് തുറന്നു പറയുക. ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് നൽകുക. നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഭംഗിയായിട്ട് സോൾവ് ചെയ്യണം. എന്നിട്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുവരണം. ഈ ഒരു രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് ഇവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാത്ത ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ഇവർ ആഗ്രഹിക്കുന്നത് എല്ലാവരോടും ഇത് ഷെയർ ചെയ്യണം എന്നുള്ളതല്ല, ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ആ ഒരു വെളിച്ചവുമായിട്ട് നിങ്ങളിലേക്ക് വരണം. മറ്റാരുടെയും ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഇവർ തേടുന്നില്ല. സ്വന്തമായിട്ട് തന്നെയാണ് എഫേർട്ട് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു പേഴ്സന്റെ എനർജി പറയുകയാണെങ്കിൽ ഇവർക്ക് വളരെ വലിയ രീതിക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റം, ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ക്യാരക്ടറിലും ഒക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇവർ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒരു എടുത്തുചാട്ടമൊക്കെ കാണിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിന്തിക്കാതെയൊക്കെ ചിലപ്പോൾ എടുത്തുചാട്ടത്തിലൊക്കെ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ ആഴത്തിൽ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കാവൂ എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന ഒരു വ്യത്യസ്തത തന്നെയാണ്. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ സാക്രിഫൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിലൂടെ കിട്ടാൻ പോകുന്ന ആ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ അത്രയും വലിയ ഒരു ബ്രൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആയിരിക്കും. അപ്പൊ ആ ഒരു ബ്രൈറ്റ്ഫുൾ ആയിട്ടുള്ള ഫ്യൂച്ചർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണമെന്ന് ഇവരിപ്പോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ മറ്റാരെയും, അതായത് ഒരു മീഡിയേറ്ററിന്റെ ആവശ്യം റിലേഷൻഷിപ്പിൽ ഇല്ല,
ഇവർക്ക് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബന്ധത്തിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സമയത്ത് ചെയ്യേണ്ട സമയത്ത് ഇവർ ആ ഒരു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ടേക്ക് അവരത് ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പകച്ചുപോയ ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് സെലക്ട് ചെയ്യണം, അവര് നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പോയ ആ ഒരു സമയത്തിന് മുന്നോടിയായിട്ട് അവരുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന പല ഓപ്ഷൻസുകളിൽ അവർ നിങ്ങളെ പൂർണ്ണമായിട്ടും തടഞ്ഞിട്ട് അവരുടേതായ ലൈഫ് തേടി പോയ വ്യക്തികളാണ്. പക്ഷേ അവർ ആ പോയ സ്ഥലത്ത് തീർത്തും ലോക്ക് ചെയ്യപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവർ എന്താണോ സെലക്ട് ചെയ്ത് നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് പോയത് ആ ഒരു സ്ഥലങ്ങളിൽ അവർ തീർത്തും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. ഒരുപാട് നെഗറ്റിവിറ്റി അവരുടെ ഉള്ളിൽ നിറയാൻ തുടങ്ങി. അവർക്കൊരു കംഫർട്ട് സോൺ അല്ല അത് എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെന്റിലേക്ക് അവർ എത്തുന്നു. ആ ഒരു മൊമെന്റിലാണ് ആ ഒരു പേഴ്സണിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തത വന്നു തുടങ്ങിയിരിക്കുന്നത് ആ ഒരു സമയത്താണ്. അപ്പൊ അതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ ഒരു എഫേർട്ട് കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ അവർ ലോക്കായി പോയ സമയത്ത്, അതായത് അവരുടെ ലൈഫിൽ ആ ഒരു സ്ട്രഗിളിംഗ് പീരീഡ് വന്നപ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളെ മിസ് ചെയ്തത്. ആരൊക്കെ അവരുടെ ചുറ്റിനും ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അവർ ഏറ്റവും കൂടുതൽ നിങ്ങളെ മിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്നേഹം മിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കെയറിങ്, സപ്പോർട്ട് എല്ലാവർക്കും മിസ് ആയിട്ടുണ്ട്. ഒരുതരം ഡിപ്രസ്ഡ് സ്റ്റേജ് എന്ന് വെച്ചാൽ സ്വയം താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ ആ ഒരു വെളിച്ചത്തെ എന്നുള്ള ഒരു അവസ്ഥ അവരെ നിരന്തരമായിട്ട് അലട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം സ്പീഡിലാണോ ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഓടിപ്പോയത് അത്രത്തോളം സ്പീഡിൽ ആ ഒരു വ്യക്തി ഇപ്പൊ നിങ്ങളിലേക്കുള്ള തിരിച്ചുവരവിനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ഇമോഷൻസും പുറത്ത് കാണിക്കുന്നില്ലെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ ഒരു ഓരോ നീക്കങ്ങളും എന്ന് പറയുന്നത് ഈ ഒരു ബന്ധം വീണ്ടെടുക്കുക എന്നുള്ള ആ ഒരു മാനസികപരമായിട്ടുള്ള ചിന്തയിലൂടെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഇവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാ രീതിക്കും വന്നിട്ട് ആ ഒരു സറണ്ടർ ആവുക, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എല്ലാ രീതിക്കും താഴ്ന്നു തരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവരുടെ ആ ഒരു ക്യാരക്ടർ തന്നെയാണ് അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കുറച്ചൊരു ഈഗോയിസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ടിട്ട് ഇനിയിപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് എല്ലാ രീതിക്കും തളർന്നു തരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മാപ്പപേക്ഷയൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈഗോ കംപ്ലീറ്റ്ലി ഇടിഞ്ഞു വീഴുമല്ലോ. അപ്പൊ ആ ഒരു ചിന്ത അവരിൽ ഉള്ളത് കൊണ്ടിട്ട് അവരൊന്ന് പിടിച്ചു നിൽക്കുന്നുണ്ട്. അതുപോലെ അവരനുഭവിക്കുന്ന ഈ ഒരു സ്ട്രഗിളിങ്സ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരൊട്ടും ഹാപ്പി അല്ല എന്നുള്ള കാര്യങ്ങൾ എല്ലാവരിലും അറിയിക്കുന്ന രീതിയിൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹമില്ല. അപ്പൊ ഇവരിത് പറയുകയാണ് എന്നുണ്ടെങ്കിൽ പോലും അതുകൊണ്ടാണ് അവർ ആരെയും അടുപ്പിക്കാത്തത്. ഒരു മീഡിയേറ്ററിന്റെ ആവശ്യം റിലേഷൻഷിപ്പിൽ ഇല്ല എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ചിന്തിക്കാനുള്ള മെയിൻ കാരണം അത് തന്നെയാണ്. കാരണം ഇവർ ആരെയും അറിയിക്കാതെ നിങ്ങളോട് മാത്രമായിട്ട് ഇത് ഷെയർ ചെയ്യണം എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ മാത്രമായിട്ട് അറിഞ്ഞാലും അവർക്ക് അത്ര കുഴപ്പമില്ല, എങ്കിൽ പോലും അവരവിടെ ചിന്തിക്കുന്നുണ്ട് അവരുടെ ഈഗോ പോകുമോ എന്നുള്ളത്. എന്നാലും ഒരു റിസ്ക് എടുക്കുക എന്നുള്ള മനോഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളെ ആഗ്രഹിക്കുകയും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവർക്ക് ഇപ്പോൾ ഒരുപാട് ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിലും ഇനി അല്ല ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇവരിപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ലൈഫിന്റെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വന്തം സന്തോഷവും സമാധാനവും എല്ലാം സ്വന്തം കയ്യിൽ നിന്ന് തന്നെ സ്പോയിൽ ആയി പോയിരിക്കുകയാണ്. അപ്പൊ സ്വയമാണ് ഇതെല്ലാം സ്പോയിൽ ചെയ്ത് കളഞ്ഞത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെതായ ഒരു കീ എന്ന് വെച്ചാൽ അത് വീണ്ടെടുക്കാനുള്ള കീ എന്ന് പറയുന്നത് തന്റെ കയ്യിലുണ്ട് എന്നുള്ളത് ഇവർ മനസ്സിലാക്കാനായിട്ട് കുറച്ചധികം സമയമെടുത്തു. എന്നാൽ ആ ഒരു സമയം ഇവരുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ ഇതിൻ്റെതായ കാര്യങ്ങൾ നീക്കുപോക്ക് ചെയ്യാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ 5 of Cups ഉം 5 of Pentacles ഉം വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി വളരെയധികം ലോ ആണ്. തീർത്തും ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. മെഡിക്കലൊക്കെ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. കാരണം അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് ഇവരുടെ കയ്യിൽ നിൽക്കുന്നില്ല. പക്ഷെ ഇവർ ആരോട് ഷെയർ ചെയ്യാനും താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരുപക്ഷെ ആ ഒരു മെഡിക്കൽ ഒക്കെ എടുക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നത്. ആരോടെങ്കിലും ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു പേഴ്സന്റെ മനസ്സ് ഒന്ന് ശാന്തമാകും. പക്ഷെ ഇവരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇവർ എല്ലാവരോടും എല്ലാം തുറന്നു പറയുന്ന ഒരു രീതിയല്ല. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവരിപ്പോ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആ ഒരു സിറ്റുവേഷനെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ടേക്ക് ഫൈറ്റ് ചെയ്ത് വരുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇവർ അങ്ങനെ ഒരു ഫൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആരുടെയും സപ്പോർട്ട് ഇല്ലാതെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടന്നിരിക്കുന്നതും. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവർക്ക് ആരും പറഞ്ഞു കൊടുക്കാതെ സ്വയം പഠിച്ചിരിക്കുന്ന പാഠം കൊണ്ട് തന്നെയാണ് അവർ ഈ രീതിക്ക് നിങ്ങളിലേക്ക് ഇമോഷണലി അടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വയം തന്നെ അവർക്ക് വന്നിരിക്കുന്ന മാറ്റം ആയതുകൊണ്ട് തന്നെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് അവരുടെ ഉള്ളിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്നത്. അതുപോലെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സത്യസന്ധത പുലർത്തിയിരുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ജെന്യുവൻ ആണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരിക്കുന്നതും സ്വയം ആ ഒരു സ്ട്രഗിളിംഗ് പീരീഡിൽ ബാക്കിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ആ ഒരു പാസ്റ്റിലേക്ക് ഇവർ പോയി ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് കൊണ്ടിട്ടാണ്.
അപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവ് ഇവർക്ക് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവരുടെ മനസ്സിലുള്ള ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തെ ഇനി മറ്റൊരു രീതിയിലേക്കും പുറത്തേക്ക് സ്പ്രെഡ് ആയി പോകാതെ നിങ്ങളിലേക്ക് തന്നെ എത്തിക്കണം. അതിന്റെ അർഹമായ കൈകൾ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ ആ ഒരു അർഹമായ കൈകളിലേക്ക് ഈ ഒരു സ്നേഹമാണെന്നുണ്ടെങ്കിലും അവരുടെ എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എത്തിക്കാനും അതിലൂടെ നിങ്ങളുടെ ബന്ധത്തിനെ വളരെയധികം ബാലൻസിങ്ങോട് കൂടി തന്നെ മുന്നോട്ടേക്ക് ആ ഒരു സന്തോഷം അനുസരിച്ച് തന്നെ കൊണ്ടുപോകാനും ഉള്ള ഒരു തോട്ടിലാണ് ഇവർ നിൽക്കുന്നത്. അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്വയം എഫേർട്ട് എടുക്കുന്ന എനർജി. ആ ഒരു വളർച്ച മുരടിച്ചു പോയി നിന്നിരുന്ന ബന്ധമായിരുന്നു നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ഇനി അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവരായിട്ട് തന്നെ ഇടാനും ആ ഒരു വളർച്ച ആ ഒരു courage ഈ ഒരു ബന്ധത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു structure foundation എല്ലാം build ചെയ്തെടുത്തിട്ട് ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുവന്ന് വളരെയധികം പ്രതീക്ഷയോട് കൂടി ആ ഒരു star ലേക്ക് എത്തിക്കണം. ആ ഒരു bright ആയിട്ടുള്ള future ലേക്ക് എത്തിക്കണം. വളരെ പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങളുടെ person ഇപ്പോൾ ഈ ഒരു relationship നെ നോക്കി കാണുന്നത്. അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു hope ഉണ്ട്. ഇവരായിട്ടാണ് ബന്ധത്തിൽ നിന്ന് avoid ചെയ്ത് മാറി പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിലും ഇവർ സ്വയം മാറിയിരിക്കുന്നത് കൊണ്ടിട്ട് ഇവർക്ക് ഒരു confidence വന്നിട്ടുണ്ട്. കാരണം ഇവരുടെ മാറ്റം ഇവർക്ക് തന്നെ അറിയാം. ഒരുപക്ഷെ നിങ്ങളും ആഗ്രഹിച്ചിരുന്നതായിരിക്കും ഈ ഒരു person ൽ കുറച്ചധികം മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരോട് ചിലപ്പോൾ share ചെയ്തിട്ടുണ്ടായിരിക്കാം. relationship ഒരുമിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോയ സമയത്തൊക്കെ ഇവരുടെ character ൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുവാണെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു person ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇവർക്ക് ഈ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ പല കാര്യങ്ങളും അവരുടെ ആ ഒരു എടുത്തുചാട്ടം അതുപോലെ തന്നെ അവരുടേതായ നിർബന്ധ ബുദ്ധി ഇതിനൊക്കെ ഒരു മയം വരുത്തിയിരിക്കുന്നത് കൊണ്ടിട്ട് ആ ഒരു sacrifice ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങളുടെ ബന്ധത്തിന്റെ വളർച്ചയ്ക്ക് വളരെയധികം ഉപകാരപ്രദമാവുക തന്നെ ചെയ്യും. അപ്പൊ ഇതുവരെ അവരുടെ mentality യിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇല്ലാതിരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പെയിൻ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ പിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന ഈ ഒരു വേദന അവരുടെ മനസ്സിൽ ആത്മാർത്ഥമായ ഒരു സ്നേഹം നിങ്ങളോട് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവർ തന്നെ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. നിങ്ങളോട് അധികം attachment ഓ കാര്യങ്ങളോ ഒന്നും ഇവർ കാണിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ആയിക്കൊള്ളട്ടെ അധികം attachment ഒന്നും കാണിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് പോയാൽ ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾ പോയാൽ അവർക്ക് പോയി അവർക്ക് അവരുടേതായ ലൈഫ് ഉണ്ട് അവരുടേതായ കരിയർ ഉണ്ട് അവരുടേതായ ലൈഫ് ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കൊക്കെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് അവർക്ക് അവിടെ സന്തോഷമുണ്ട് എന്നുള്ള രീതിക്കൊക്കെ ചിന്തിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ചിന്താഗതികൾ മൊത്തം മാറിയിരിക്കുന്നത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയി എന്നുള്ള തിരിച്ചറിവ് വന്നപ്പോഴാണ്. അതായത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് മാറിപ്പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് ഇവരിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അവരുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ വിട്ടു പോകരുത് എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് തന്നെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം കൊണ്ടിട്ടാണ്. സൺ എനർജി കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട്. ഈ ഒരു ബന്ധത്തിന്റെ വളർച്ചയും അതുപോലെ ഇതിന്റെ ഒരു സക്സസും ഇവരിപ്പോ നോക്കി കാണുന്നുണ്ട്. ഇമോഷണലി നിങ്ങളിലേക്ക് വളരെയധികം അറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിന്റെ വളർച്ച അല്ലെങ്കിൽ ഇതിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് സ്വന്തം കയ്യിലാണ്. പക്ഷെ ഇതിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് നിൽക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് വീണ്ടെടുക്കണം എന്നുള്ള കാര്യം അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. മെയിൻ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് തെറ്റിദ്ധാരണകളൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ നിങ്ങൾക്ക് ഇവരോട് ട്രസ്റ്റ് ഇഷ്യൂസും വന്നിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ അവരുടെ തെറ്റിദ്ധാരണകൾക്കെല്ലാം തന്നെ ഒരു മാറ്റങ്ങൾ ആ ഒരു ഇളക്കം സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിപ്പോ ഭയങ്കരമായിട്ടൊരു ആങ്സൈറ്റി സ്ട്രെസ് ഓവർ തിങ്കിങ് വേദന ഇതിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. എങ്കിലും ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായിട്ട് റിലീസ് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഫോർ ഓഫ് കപ്സും കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു വളരെയധികം ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ളത്. മാത്രമല്ല മനസ്സിൽ ഒരുപാട് ഈ ഒരു വേദന മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് ഇവർക്ക് മതിയായി എന്നൊരു അവസ്ഥയാണ്. ഇനിയെങ്കിലും ഇതിനൊരു മാറ്റം വേണം, ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു ന്യൂ ബിഗിനിങ്. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് വീണ്ടെടുത്തുകൊണ്ട് തന്നെ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക തന്നെ വേണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സ് കാര്യങ്ങൾ എല്ലാം തന്നെ ഇവർ നിങ്ങൾ അറിയാതെ അന്വേഷിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതായത് ഒരു സ്പൈ വർക്ക് ഇവർ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഡയറക്റ്റ് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്സോ ആരെങ്കിലും നിങ്ങൾക്കിടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വഴിയായിരിക്കാം ഈ ഒരു പേഴ്സൺ ഈ നിങ്ങളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ കൂടുതലായിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവർ ഇരുത്തി ചിന്തിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആഴത്തിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കാനും അതുപോലെ ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ വാല്യൂ കൊടുക്കുക എന്ന് വെച്ചാൽ ഇവരുടെ ഇഷ്ടങ്ങൾ പൂർണ്ണമായിട്ട് ഒരു വേണ്ട എന്ന് വെച്ചു എന്നല്ല.
ഇവരുടെ ഇഷ്ടങ്ങളും എടുത്തുചാട്ടങ്ങളും ആണെന്നുണ്ടെങ്കിലും കുറെയൊക്കെ ഇവരുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനാണെന്നുണ്ടെങ്കിലും അവരുടെ ഈഗോ പൂർണ്ണമായിട്ടും അനുവദിക്കാത്തത്. എങ്കിലും റിസ്ക് എടുത്ത് വരാനായിട്ടുള്ള തയ്യാറെടുപ്പുള്ള മനസ്സിൽ നിൽക്കുന്നത്. അപ്പൊ ഇവരുടെ കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചു എന്നല്ല, എങ്കിൽ പോലും ഇവർ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർക്ക് മെയിൻ ആയിട്ട് നിങ്ങളിലേക്ക് ഇപ്പൊ ഭയങ്കരമായ ഒരു അട്രാക്ഷൻ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി എന്നൊരു ചിന്ത വന്നപ്പോഴാണ് ആ ഒരു കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു സാധനത്തിന്റെ വാല്യൂ ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ന്യൂ സ്റ്റാർട്ടിങ് എല്ലാ രീതിക്കും കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇവരുടെ ലൈഫിലേക്ക് നിങ്ങളല്ലാതെ ഇനി മറ്റേത് വ്യക്തികൾ കടന്നു വരികയാണെന്നുണ്ടെങ്കിലും അവരവിടെ സാറ്റിസ്ഫൈഡ് അല്ല. ഇവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇവർ തന്നെ ചിന്തിച്ച് നോക്കുന്നുണ്ട്. ഇവരുടെ മുന്നിലേക്ക് ഇവർക്ക് ഒരു ഓപ്ഷനും ഇല്ലാത്ത വ്യക്തികളല്ല, പല ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവർക്ക് ഈ ഒരു സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും അവർ അതൊന്നും സ്വീകരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഇവരുടെ മനസ്സ് കംപ്ലീറ്റ്ലി നിങ്ങളിലാണ്. നിങ്ങളെ തന്നെ വേണം അല്ലെങ്കിൽ നേടണം എന്നുള്ള രീതിക്കാണ് ഇവർ ചിന്തിക്കുന്നത്. ഒരു ടെലിപ്പതിക് കണക്ഷൻ അല്ലെങ്കിൽ ഒരു സോൾ കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനെ പൂർണ്ണമായിട്ടും ബ്രേക്ക് ത്രൂ ചെയ്ത് അല്ലെങ്കിൽ അതിനെയെല്ലാം പൂർണ്ണമായും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് കടന്നു വരണം. ഇതുവരെ അവർ തിരഞ്ഞെടുക്കാത്ത ഒരു ഡയറക്ഷൻ, ആ ഒരു ന്യൂ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വഴിയാണ്. വളരെ പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ഒരു അട്രാക്റ്റീവോട് കൂടി തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവർക്ക് ഒരു ഹീലിംഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവര് ആഴത്തിൽ നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി മുന്നോട്ടേക്ക് ഒരുപാട് സമയങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഒരു റെസ്പെക്ട് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്നുണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു അവസരം എന്ന് പറയുന്നത് ഡിവൈൻ ആയിട്ട് അവർക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരാനും നിങ്ങൾ ഒരുമിക്കാനും. അങ്ങനെയാണ് അവർ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ അതിനെ മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കി കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളുടെ ബന്ധത്തിലേക്ക് സഡൻ ആയിട്ട് തന്നെ കടന്നു വരണം. അതിൻ്റെതായ ഒരു കീ അവരുടെ കയ്യിലുണ്ട്. ഓൾറെഡി അവരിവിടെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ആ ഒരു കീ അവരുടെ കയ്യിലാണെന്നുള്ളത് വളരെ വൈകിയാണെങ്കിലും അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ മനസ്സിലാക്കിയിരിക്കുന്ന സമയത്ത് ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സന്റെ മനസ്സ് നിങ്ങളിലേക്ക് അട്രാക്ട് ആയിക്കൊണ്ടിരിക്കുന്നതും വളരെ ഫാസ്റ്റ് ആയിട്ടാണ്. അപ്പൊ ഈ ഒരു രീതിക്കൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷണൽ തോട്ട്സ് നമുക്ക് കിട്ടുന്നത്. അവർ നിങ്ങളുടെ അടുത്തേക്ക് പുറമേ കാണിക്കുന്ന മറ്റൊരു മുഖം ആണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൽ പക്ഷെ ഇമോഷണലി നിങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം അവരുടെ ഒരു വീക്ക് പോയിന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു സമയം. ആദ്യ സമയങ്ങളിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ രീതിയിലേക്ക് തന്നെ ഇപ്പൊ ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ മാറി തുടങ്ങിയിരിക്കുന്ന എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് കണക്ട് ആവുന്നത്, എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ റീഡിങ്ങിനെ എനർജീസ് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. A എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. എറണാകുളം ഡിസ്ട്രിക്റ്റ്. ഇടുക്കി. T എന്നൊരു ലെറ്റർ. ചോതി. 24. G എന്നൊരു ലെറ്റർ. വിർഗോ. പുണർദം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. V എന്നൊരു ലെറ്റർ. 30. കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്. 30 days എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ എങ്കിലും വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. കാലിക്കറ്റ് എന്നൊരു ഡിസ്ട്രിക്റ്റ്. ട്രിവാൻഡ്രം. 4 എന്നൊരു നമ്പർ. 10 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ഭരണി. സെപ്റ്റംബർ മന്ത്. 1990. 38. 44. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് C എന്നൊരു ലെറ്റർ ആണ്. ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.